everyone, welcome to Remya's Mathematics Tech. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ മെട്രിക്സിനെ കുറിച്ചാണ്. ചാപ്റ്റർ 3 മെട്രിക്സസ്. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത് മെട്രിക്സ് എന്താണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്, ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ഓഫ് മെട്രിക്സ്, നമുക്ക് ഇൻവേഴ്സ് മെട്രിക്സ് യൂസ് ചെയ്ത് എങ്ങനെ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സ് ആയിട്ട് ലൈക്ക് ചെയ്യുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് മെട്രിക്സ്? കുറേ എലമെന്റ്സിനെ നമ്മൾ ഡിഫറെന്റ് റോസ് ആൻഡ് കോളംസിൽ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ്. യൂഷ്വലി നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് ഒരു മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ക്യാപിറ്റൽ എ. മെട്രിക്സ് എന്ന് പറയുന്ന ഡിഫറെന്റ് എലമെന്റ്സിനെ നമ്മൾ കുറെ റോസും കുറെ കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്യും. ഫോർ എക്സാമ്പിൾ A B C D P Q R L M N O. നമ്മൾ കുറെ എലമെന്റ്സിനെ നമ്മൾ 12 എലമെന്റ്സിനെ നമ്മൾ റോസും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്തു. ഈ ഒരു ഇതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. നമുക്ക് ഹൊറിസോണ്ടൽ ആയിട്ട് പോകുന്ന ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻസിനെ നമ്മൾ റോസ് എന്നും വെർട്ടിക്കൽ ലൈൻസിനെ നമ്മൾ കോളം എന്നും ഡിനോട്ട് ചെയ്യുന്നു. ഒരു മെട്രിക്സിന്റെ ഉള്ളിലുള്ള എലമെന്റ്സിന് നമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മൾ യൂഷ്വലി അത് സ്മോൾ ലെറ്റേഴ്സിലാണ് ഡിനോട്ട് ചെയ്യാറ്. ആൻഡ് മെട്രിക്സിന്റെ നെയിം നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഓർഡർ എന്താണ്, ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഓർഡർ ഓഫ് ദി മെട്രിക്സ് എന്ന് പറയുന്നത് എന്തെന്നാണ്. ഓർഡർ ഓഫ് ദി മെട്രിക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് by number of columns. Number of rows by number of columns ആണ് നമ്മുടെ ഓർഡർ ഓഫ് ദി മെട്രിക്സ്. നമ്മൾ ഇപ്പോൾ ഈ എഴുതിയ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട്? 1 2 3 റോസ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് റോസ് 3 by number of columns 1 2 3 4. അപ്പോൾ ഈ മെട്രിക്സ് എയുടെ ഓർഡർ എന്ന് പറയുന്നത് 3/4 ആണ്. അപ്പോൾ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് എലമെന്റ്സിനെ റോസും കോളംസ് ആയിട്ടും അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നു. അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് ബൈ നമ്പർ ഓഫ് കോളംസ് ആണ്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് നമുക്കൊരു എന്താ പറയുക, ജനറലി നമുക്കൊരു എലമെന്റ് തന്നാൽ നമുക്ക് അതിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്ന്. ഇപ്പോൾ മെട്രിക്സ് എയില് AIJ എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് ith റോ ആൻഡ് jth കോളം. ith റോ ആൻഡ് jth കോളം അവിടെയുള്ള എലമെന്റിനെയാണ് നമ്മൾ AIJ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ മെട്രിക്സിൽ A12 എന്ന് പറഞ്ഞ ഫസ്റ്റ് റോ and second column. ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് കോളം ഇതിലുള്ള എലമെന്റ്, അതായത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലുള്ള എലമെന്റ്, അതായത് ബി. അപ്പൊ നമ്മൾ ജനറലി ഒരു എലമെന്റ് AIJ എന്ന ഡിനോട്ട് ചെയ്യുന്ന AIJ is equal എന്ന് പറയുന്നത് element in ith row and jth column. ith റോയും jth കോളത്തിലുമുള്ള ആ ഒരു എലമെന്റിനെയാണ് നമ്മൾ AIJ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സിലേക്ക് പോവാം. നമ്മൾ ഫസ്റ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് കോളം മെട്രിക്സ് ആണ്. ഫസ്റ്റ് ടൈപ്പ് ഓഫ് മെട്രിക്സ് കോളം മെട്രിക്സ് ആണ്. കോളം മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ മെട്രിക്സിൽ ജസ്റ്റ് 1 കോളം ആയിരിക്കും ഉള്ളത്. ABC ഒരേ ഒരു കോളം ഉള്ളൂ. ഡിഫറെന്റ് എലമെന്റ്സ് ഉണ്ട്, പക്ഷെ ഒരേ ഒരു കോളത്തിലാണ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ കോളം മെട്രിക്സ് എന്ന് പറയും. അതായത് നമ്പർ ഓഫ് കോളംസ് 1 ആയിരിക്കും. അപ്പൊ ഇപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ 3/1. 3 റോസ് ഉണ്ട്, 1 കോളം, 3/1. അപ്പൊ ഒരു കോളം മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് എപ്പോഴും m/1 ആയിരിക്കും. കോളം മെട്രിക്സിന്റെ ഓർഡർ m/1. അടുത്ത നമുക്ക് റോ മെട്രിക്സ് ആണ്. റോ മെട്രിക്സ് എന്ന് വെച്ചാൽ
m n. ഒറ്റ റോ ആയിരിക്കും, ഡിഫറെന്റ് കോളംസ് ഉണ്ടാകും. നമുക്കിപ്പോ 3 കോളംസ് ഉണ്ട്, പക്ഷെ ഒറ്റ റോയേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 1 row by 3 columns. അപ്പൊ നമുക്ക് ഒരു കോളം റോ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഓർഡർ എപ്പോഴും 1/n ആയിരിക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് സ്ക്വയർ മെട്രിക്സ് ആണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണെങ്കിൽ, നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ ആ ഒരു മെട്രിക്സിനെ നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്നാ പറയാ. ഇവിടെ നമ്പർ ഓഫ് റോസ് 2 എണ്ണമാണ്, നമ്പർ ഓഫ് കോളംസും 2 എണ്ണമാണ്. അപ്പൊ ഇത് 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സ്. അപ്പൊ നമ്മുടെ m n ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് ഏതൊരു മെട്രിക്സിലും നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ ആണെങ്കിൽ അത് നമുക്ക് സ്ക്വയർ മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് 3 ടൈപ്സ്: കോളം മെട്രിക്സ്, റോ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്. ഇനി നമ്മൾ ഈ സ്ക്വയർ മെട്രിക്സിനെ കൂടുതൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാം. ഫസ്റ്റ് വൺ നമുക്ക് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് നമ്മൾ സ്ക്വയർ മെട്രിക്സിനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഒരു സ്ക്വയർ മെട്രിക്സ് അതിലെ ഡയഗണൽ എലമെന്റ്സ് മാത്രമേ നമുക്ക് നോൺ സീറോ ആയിട്ട് ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ എലമെന്റ്സും സീറോ ആയിരിക്കും. ഇപ്പൊ നമ്മൾ 3/3 മെട്രിക്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 3/3 മെട്രിക്സ് കൺസിഡർ ചെയ്തു. അതിലെ ഡയഗണൽ എലമെന്റ്സ് എ ബി സി, ഡയഗണൽ എലമെന്റ്സ് മാത്രമേ നോൺ സീറോ ആയിട്ട് ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ എലമെന്റ്സും നമുക്ക് സീറോ ആയിട്ടാണെങ്കിൽ ഈ ഒരു സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയും. ഇനി ഈ ഡയഗണൽ മെട്രിക്സിനെ നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യാം. ഈ എല്ലാ ഡയഗണൽസ് എ ബി സി എന്ന് പറയുന്നത് ഒരേ കോൺസ്റ്റന്റ് ആണ്, ഒരേ കോൺസ്റ്റന്റ് ആണ്. എക്സാമ്പിൾ a0 0 0 a0 0 0 a. ഡയഗണൽ എലമെന്റ്സ് എല്ലാം നമുക്ക് സെയിം എലമെന്റ് എ തന്നെയാണ് കിട്ടിയെങ്കിൽ ആ ഡയഗണൽ മെട്രിക്സിനെ നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. ഇനി ഈ കോൺസ്റ്റന്റ് 1 ആണെങ്കിൽ, ഈ കോൺസ്റ്റന്റ് നമുക്ക് 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ ഈ മെട്രിക്സിന് ഡയഗണൽ എലമെന്റ്സ് എല്ലാം 1 ബാക്കിയെല്ലാം 0 ആണെങ്കിൽ ഈ മെട്രിക്സിനെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. നമ്മൾ സ്ക്വയർ മെട്രിക്സിനെ വീണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തു. ഡയഗണൽ മെട്രിക്സ്, ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഡയഗണൽ എലമെന്റ്സ് മാത്രം നോൺ സീറോ ആണ്, ബാക്കി എല്ലാ എലമെന്റ്സും സീറോ ആയിരിക്കും. ഈ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിം ആണെങ്കിൽ അതിനെ നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് വിളിക്കും. ഈ സെയിം എലമെന്റ് 1 ആണെങ്കിൽ, ഇവിടുത്തെ എലമെന്റ് 1 ആണെങ്കിൽ അതിനെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയും. നമ്മൾ സ്ക്വയർ മെട്രിക്സിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്തെന്നാണ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് നമ്മൾ ഒരു മെട്രിക്സ് ഇപ്പോൾ A = A B C D, ഇതൊരു മെട്രിക്സ് ആണ്. ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇതിന്റെ കോളംസ്, നമുക്ക് തന്ന മെട്രിക്സിന്റെ കോളംസ് റോസ് ആയിട്ടും റോസ് കോളംസ് ആയിട്ടും ഇന്റർചേഞ്ച് ചെയ്യാം. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് നമുക്ക് ട്രാൻസ്പോസ് മെട്രിക്സ് എന്ന് നമ്മൾ പറയുന്ന. ഡിനോട്ട് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ A' അല്ലെങ്കിൽ A⁻t, A' അല്ലെങ്കിൽ A⁻t ആയിട്ട് നമ്മൾ ട്രാൻസ്പോസിനെ ഡിനോട്ട് ചെയ്യണേ. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, ഇതിന് ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫസ്റ്റ് കോളം ആയിരിക്കും. ഫസ്റ്റ് റോ ഇവിടെ AB, അത് ഇവിടുത്തെ ഫസ്റ്റ് കോളം ആയിരിക്കും AB. ഇവിടുത്തെ സെക്കൻഡ് റോ ഇവിടുത്തെ സെക്കൻഡ് കോളം ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു മെട്രിക്സിന്റെ കോളംസും
റോസും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെട്രിക്സിനെയാണ് നമ്മൾ ട്രാൻസ്പോസ് മെട്രിക്സ് എന്ന് പറയുന്നത്. വേറൊരു എക്സാമ്പിൾ, എ ബി സി എൽ എം എൻ പി ക്യു ആർ. ബി എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. ഇതിന്റെ ട്രാൻസ്പോസ് we denote it by b raised to t അല്ലെങ്കിൽ b dash. This is equal to ഈ മെട്രിക്സിന്റെ ഫസ്റ്റ് റോ ഇവിടെ ട്രാൻസ്പോസിന്റെ ഫസ്റ്റ് കോളം ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് റോ എ ബി സി അത് ഇവിടെ ഫസ്റ്റ് കോളമായി. ഇവിടുത്തെ സെക്കൻഡ് റോ ഇവിടുത്തെ സെക്കൻഡ് കോളമാണ്. ആൻഡ് ഇവിടുത്തെ തേർഡ് റോ ഇവിടുത്തെ തേർഡ് കോളമാണ്. ഇതാണ് ട്രാൻസ്പോസ് മെട്രിക്സ്. ട്രാൻസ്പോസ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. സ്ക്വയർ മെട്രിക്സ് ആവണം എന്ന് തന്നെയില്ല, നമുക്ക് വേറൊരു മെട്രിക്സ് എടുക്കാം. സ്ക്വയർ മെട്രിക്സ് തന്നെ ആവണം എന്നില്ല. ഇപ്പൊ എ ഈക്വൽ ടു എ ബി സി എൽ എം എൻ ഇത് സ്ക്വയർ മെട്രിക്സ് അല്ല. അപ്പൊ ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ എന്തെന്നാ, ഇതിന്റെ ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ എ ബി സി അത് ഫസ്റ്റ് കോളം ആയിട്ട് മാറും. എ ബി സി സെക്കൻഡ് റോ നമുക്ക് സെക്കൻഡ് കോളം ആയിട്ട് മാറും. അപ്പൊ നമ്മുടെ ട്രാൻസ്പോസിന്റെ ഓർഡർ, നമ്മുടെ മെട്രിക്സിന്റെ ഓർഡറും ട്രാൻസ്പോസിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഓർഡർ എം ബൈ എൻ ആണെങ്കിൽ, നമുക്ക് ഗിവൺ മെട്രിക്സിന്റെ ഓർഡർ എം ബൈ എൻ ആണെങ്കിൽ ട്രാൻസ്പോസ് മെട്രിക്സിന്റെ ഓർഡർ തിരിച്ചായിരിക്കും, എൻ ബൈ എം ആയിരിക്കും. ഇത് എം ബൈ എൻ ആണെങ്കിൽ ഇത് എൻ ബൈ എം ആയിരിക്കും, തിരിച്ചായിരിക്കും നമുക്ക് ട്രാൻസ്പോസിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ട്രാൻസ്പോസിന്റെ രണ്ട് പ്രോപ്പർട്ടീസ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് തന്ന മെട്രിക്സ് സിമെട്രിക് ആണോ അതുപോലെ സ്ക്യൂ സിമെട്രിക് ആണോ, ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് ഗിവൺ മെട്രിക്സ് സിമെട്രിക് ആണോ സ്ക്യൂ സിമെട്രിക് ആണോ എന്നാണ് നമ്മൾ അടുത്ത നോട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മെട്രിക്സും ട്രാൻസ്പോസ് ഓഫ് ദി മെട്രിക്സും ട്രാൻസ്പോസ് മെട്രിക്സും ഈക്വൽ ആണെങ്കിൽ, അതിനു മുമ്പ് ഈക്വൽ ആണെങ്കിൽ എന്ന് പറഞ്ഞു, അതിന് മുമ്പ് നമുക്ക് രണ്ട് മെട്രിക്സ് എപ്പോഴാണ് ഈക്വൽ ആവുന്നത് അത് പഠിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം. നമുക്ക് രണ്ട് മെട്രിക്സ് ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റ് കണ്ടീഷൻ, രണ്ട് മെട്രിക്സിന്റെ ഓർഡർ സെയിം ആയിരിക്കണം, സെയിം ഓർഡർ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, ഫസ്റ്റ് മെട്രിക്സിന്റെ എലമെന്റിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്. ഇപ്പൊ ഫസ്റ്റ് മെട്രിക്സിൽ നമ്മൾ ഫസ്റ്റ് റോ സെക്കൻഡ് എലമെന്റ് എടുത്തു, ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം എലമെന്റ് എടുത്തു. അതുപോലെ തന്നെ സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോയിലെ സെക്കൻഡ് കോളം എലമെന്റ് അത് രണ്ടും സെയിം ആയിരിക്കണം. അതായത് Aij must be equal to Bij for all ij. എല്ലാ എലമെന്റ്സും അതാത് എലമെന്റ്സ് കറസ്പോണ്ടിങ് എലമെന്റ്സ് സെയിം ആയിരിക്കണം. അപ്പൊ നമുക്ക് രണ്ട് മെട്രിക്സ് ഈക്വൽ മെട്രിക്സ് ആവണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഓർഡർ സെയിം ആയിരിക്കണം, രണ്ട് ഈച്ച് എലമെന്റ് കറസ്പോണ്ടിങ് എലമെന്റ്സും സെയിം ആയിരിക്കണം. എന്നാൽ മാത്രമേ രണ്ട് മെട്രിക്സ് നമുക്ക് ഈക്വൽ ആവുള്ളൂ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞാണെങ്കിൽ, നമുക്ക് ഈ രണ്ട് മെട്രിക്സിന്റെ ഓർഡർ 2/2 ആ. പക്ഷെ ഇത് ഈക്വൽ ആവണമെങ്കിൽ എന്തായിരിക്കണം? A must be equal to L, A must be equal to L, B must be equal to M, C must be equal to N and D must be equal to Q. ഓരോരോ എലമെന്റ്സ് കറസ്പോണ്ടിങ് എലമെന്റ്സും ഈക്വൽ ആയിരിക്കണം. ഓർഡർ മാത്രം സെയിം ആയതുകൊണ്ട് നമുക്ക് ഈക്വൽ മെട്രിക്സ് എന്ന് പറയാൻ പറ്റില്ല. ഈക്വൽ മെട്രിക്സ് ആണെങ്കിൽ ഓർഡറും സെയിം ആയിരിക്കണം, കറസ്പോണ്ടിങ് എലമെന്റ്സും സെയിം ആയിരിക്കണം. ആ കണ്ടീഷൻ നമ്മൾ നോട്ട് ചെയ്യണം ഈക്വൽ മെട്രിക്സിൽ. അപ്പൊ നോക്കിയേ, നമുക്ക് ട്രാൻസ്പോസും ഗിവൺ മെട്രിക്സും ഈക്വൽ ആണെങ്കിൽ, ട്രാൻസ്പോസും ഈക്വൽ മെട്രിക്സ് ഗിവൺ മെട്രിക്സും ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ മെട്രിക്സ്, ഈ എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമ്മൾ സിമെട്രിക് മെട്രിക്സ് എന്നാ പറയുന്നത്. സിമെട്രിക് മെട്രിക്സ് എന്ന് പറയും. ഇനി A equal to minus A ട്രാൻസ്പോസ്, അതായത് നമ്മൾ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ ട്രാൻസ്പോസിന്റെ നെഗറ്റീവ് ആണ് നമ്മുടെ ഗിവൺ മെട്രിക്സ് എങ്കിൽ നമ്മൾ ഈ എനെ നമ്മൾ എന്തെന്നാ പറയാ? എനെ നമ്മൾ സ്ക്യൂ സിമെട്രിക് എന്ന് പറയും.
സ്ക്യൂ സിമെട്രിക് എന്ന് പറയും. നമുക്ക് ഒരു മെട്രിക്സ് തന്നിട്ട് സ്ക്യൂ സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ട എന്തെന്നാന്ന് വെച്ചാൽ സ്ക്യൂ സിമെട്രിക്കിന്റെ കേസിൽ എപ്പോഴും ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കും. ഡയഗണൽ എലമെന്റ്സ് 0 ആണെങ്കിൽ മാത്രമേ നമുക്ക് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണോ എന്ന് കണ്ടുപിടിക്കേണ്ട കാര്യമുള്ളൂ. ഇത് 0 ആണെന്നും പറഞ്ഞ് നമുക്ക് സ്ക്യൂ സിമെട്രിക് ആണെന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. ബട്ട് ഒരു കണ്ടീഷൻ ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കണം, എന്നാൽ മാത്രമേ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആവാനുള്ള ഒരു കണ്ടീഷൻ അതാണ്. അപ്പോൾ ഇത് 0 ആണെന്ന് പറഞ്ഞ് നേരെ സ്ക്യൂ സിമെട്രിക് എന്ന് എഴുതരുത്. 0 ആണെങ്കിൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ബാക്കി അടുത്ത സ്റ്റെപ്പിലേക്ക് റോയും കോളം ഇന്റർചേഞ്ച് ചെയ്ത് നോക്കിയാൽ മതി. 0 അല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ പറയാം ഇറ്റ്സ് നോട്ട് സ്ക്യൂ സിമെട്രിക് എന്ന് പറയാൻ പറ്റും. അതാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് സിമെട്രിക് മെട്രിക്സും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും. ഇനി ഇതിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട്. സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക്കിന്റെയും ബേസ് ചെയ്ത് നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ചാൽ എ മെട്രിക്സ് പ്ലസ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്, രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യുമ്പോൾ ആഡ് ചെയ്യണത് എങ്ങനെയാണ്? നമ്മൾ അടുത്ത പ്രോപ്പർട്ടി എങ്ങനെ മെട്രിക്സ് ആഡ് ചെയ്യും? മെട്രിക്സ് ആഡ് ചെയ്യണമെങ്കിലും നമ്മുടെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഓർഡർ സെയിം ആയിരിക്കണം. സെയിം ഓർഡർ ആയിരിക്കണം. അഡീഷനും സബ്ട്രാക്ഷനും കൂടിയുള്ള പ്രോപ്പർട്ടി ആയിട്ട് ഇപ്പൊ പറയുന്നത്. അപ്പൊ സെയിം ഓർഡർ ആയിരിക്കണം. രണ്ട് മെട്രിക്സ് നമ്മൾ ആഡ് ചെയ്യോ സബ്ട്രാക്ട് ചെയ്യോ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഓർഡർ സെയിം ആയിരിക്കണം. സെക്കൻഡ് നമ്മൾ പിന്നെ ചെയ്യുന്നത് അതിന്റെ കറസ്പോണ്ടിങ് എലമെന്റ്സ് നമ്മൾ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. കറസ്പോണ്ടിങ് എലമെന്റ്സ് നമ്മൾ ഒന്നില്ലെങ്കിൽ ആഡ് ചെയ്യും അല്ലെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ആണ് ചെയ്യണമെങ്കിൽ സബ്ട്രാക്ട് ചെയ്യാം, ആഡ് ആണ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെയിം ഓർഡർ ആയിരിക്കണം. അത് ചെക്ക് ചെയ്തത് ട്രൂ ആണെങ്കിൽ മാത്രം നമ്മൾ പ്ലസ് ചെയ്യാം അല്ലെങ്കിൽ മൈനസ് ചെയ്യാം. ഇനി നമ്മൾ ഒരു മെട്രിക്സും അതിന്റെ ട്രാൻസ്പോസും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടണ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ എയുടെ സിമെട്രിക് മെട്രിക്സ് ആയിരിക്കും. അതായത് ഈ എ പ്ലസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എപ്പോഴും സിമെട്രിക് ആണ്. അതുപോലെ എ മൈനസ് എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എപ്പോഴും സ്ക്യൂ സിമെട്രിക് ആണ്. ഇത് രണ്ടും ഓർത്തിരിക്കേണ്ട പ്രോപ്പർട്ടിയാണ്. എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് എപ്പോഴും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആണ്. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കാനുള്ള. അഡീഷൻ, സബ്ട്രാക്ഷൻ, ഈക്വൽ മെട്രിക്സ് നമ്മൾ കഴിഞ്ഞു. മൾട്ടിപ്ലിക്കേഷന് നമുക്ക് രണ്ട് മെട്രിക്സ് എ ബി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എയുടെ ഓർഡർ m/n ബിയുടെ ഓർഡർ n/some നമ്പർ p. അതായത് ഇവിടുത്തെ നമ്പർ ഓഫ് കോളം എ മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് must be equal to b മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ്. A മെട്രിക്സിന്റെ നമ്പർ ഓഫ് കോളംസ് മസ്റ്റ് ബി ഈക്വൽ ടു ബി മെട്രിക്സിന്റെ നമ്പർ ഓഫ് റോസ്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടണ മെട്രിക്സിന്റെ ഓർഡർ റിസൾട്ടന്റ് മെട്രിക്സ് A ഇൻറ്റു ബി മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് m/p. എന്നിനെ നമ്മൾ ഡിസ്കാർഡ് ചെയ്തു. നമുക്ക് ഓർഡർ കിട്ടുന്നത് m/p ആണ്. ഇവിടെ n രണ്ടിലും കോമൺ ആയതുകൊണ്ട് നമ്മൾ ഡിസ്കാർഡ് ചെയ്തു m/p. ഇത് നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യണത്? ഇപ്പോൾ ഈ എ ബിയിലെ ijth എലമെന്റ് കിട്ടണമെങ്കിൽ ഫസ്റ്റ് മെട്രിക്സിന്റെ ith റോ ഓഫ് എ ഇൻറ്റു jth കോളം ഓഫ് മെട്രിക്സ് ബി. ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് എ ബിയിലെ ijth എലമെന്റ് കിട്ടുന്നത്. ith റോ ഓഫ് ഫസ്റ്റ് jth കോളം ഓഫ് സെക്കൻഡ് കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, മൾട്ടിപ്ലൈ ചെയ്ത് സം ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ijth എലമെന്റ് എന്ന് പറയുന്നത്.
ഓരോ എലമെന്റ്സ് സം ചെയ്ത് പോകുന്നത്. ഞാൻ ഒന്ന് എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം ith റോ എന്ന് പറയുന്നത് 1 2 3യും jth കോളം എന്ന് പറയുന്നത് 2 1 4 ആണെങ്കിൽ നമ്മുടെ ijth എലമെന്റ് എന്ന് പറയുന്നത് 1 into 2 plus 2 into 1 plus 3 into 4. That is equal to 2 plus 2 plus 12. ഫസ്റ്റും കൂടി പ്ലസ് സെക്കൻഡ് പ്ലസ് തേർഡ്. അങ്ങനെ നമ്മൾ ith റോയും jth കോളവും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെന്റ് ആണ് ijth എലമെന്റ്. ഇനി നമുക്ക് മെട്രിക്സിന്റെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അത് നമുക്ക് 2 മെത്തേഡിൽ കണ്ടുപിടിക്കാണ്ട് ഈ ലെസണിൽ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്താണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്ത ലെസണിൽ നമ്മൾ ഡിറ്റർമിനൻസ് യൂസ് ചെയ്ത് കണ്ടുപിടിക്കാനും വരുന്നുണ്ട്. അപ്പം നമുക്ക് എങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഒരു മെട്രിക്സിനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒരു മെട്രിക്സിനെ നമുക്ക് 6 ടൈപ്പിൽ ട്രാൻസ്ഫോം ചെയ്യാം. നമുക്ക് ഒന്നില്ലെങ്കിൽ റോ ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ കോളം ട്രാൻസ്ഫോർമേഷൻ. നമുക്ക് റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം അല്ലെങ്കിൽ കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. റോ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സിനെ 2 റോസ് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അതായത് ith റോയും jth റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാം. അത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അതുപോലെ നമ്മൾ കോളമാണ് ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ ith കോളവും jth കോളവും തമ്മിൽ ട്രാൻസ്ഫോം ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കണം, ഒരു റോയും ഒരു കോളവും കൂടി നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല. ഒന്നിനെ റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുക. ഒരിക്കലും റോയും കോളവും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യരുത്. രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ആർബിട്രറി കോൺസ്റ്റന്റ് കൊണ്ട് ഒരു റോനെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ ri പറയുന്ന ഒരു റോനെ നമ്മൾ ഒരു കോൺസ്റ്റന്റ് കെയും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ഫുൾ റോയിനെ മൾട്ടിപ്ലൈ ചെയ്തു. ആ ith റോ കംപ്ലീറ്റ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാം. കറസ്പോണ്ടിങ് നമുക്ക് കോളോ അങ്ങനെ തന്നെ ചെയ്യാം. എങ്ങനെയാ? ഇപ്പൊ CJ എന്ന് പറയുന്ന കോളത്തിനെ K വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഒന്നില്ലെങ്കിൽ നമ്മൾ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം അല്ലെങ്കിൽ കോളം ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. രണ്ടും കൂടി ഒരുമിച്ച് പോകരുത്. മൂന്നാമത്തെ കണ്ടീഷൻസ് എന്തെന്നാന്ന് വെച്ചാൽ നമുക്ക് ഒരു കോളത്തിനെ വേറെ കോളമായിട്ട് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ri becomes ri plus k into rj. അതുപോലെ വേണമെങ്കിൽ നമുക്ക് കോളമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ cj equals cj plus k into ck. നമുക്ക് ഒന്നിലെ റോ അല്ലെങ്കിൽ കോളം രണ്ടും കൂടി ഒരുമിച്ച് പോകരുത്. അപ്പം ഇങ്ങനെ നമുക്ക് 6 ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും, ഫൈൻഡ് ദ ഇൻവേഴ്സ് യൂസിങ് എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻസ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യണമെന്ന്. നമുക്ക് ഈ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്ന മെട്രിക്സ് 0 1 2 1 2 3 3 1 1. ഇതിന് എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ നടത്തി ഈ മെട്രിക്സിന്റെ ഇൻവേഴ്സിനെ കണ്ടുപിടിക്കണം. ഇൻവേഴ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് a⁻⁻1. ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യുന്നത് a⁻⁻1. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഈ മെട്രിക്സിനെ a equal to I into a ഫോമിൽ എഴുതും. ഇവിടെ I എന്ന് പറയുന്നത് സെയിം ഓർഡറിന്റെ, നമുക്ക് തന്ന മെട്രിക്സിന്റെ സെയിം ഓർഡറിന്റെ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കുമ്പോൾ എങ്ങനെ വരികയെന്ന് വെച്ചാൽ LHSലെ എക്ക് പകരം
തന്നെന്ന എ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം എന്താ വരിക? 0 1 2 1 2 3 3 1 1. This is equal to ഐഡന്റിറ്റി മെട്രിക്സ്. നമുക്ക് തന്നിട്ടുള്ള മെട്രിക്സ് എപ്പോഴും 3/3 ആണ് ഇപ്പോൾ തന്നിട്ടുള്ളത്. അപ്പോൾ എഴുതുന്ന ഐഡന്റിറ്റി മെട്രിക്സ് 3/3 ആയിരിക്കണം. 1 0 0 0 1 0 0 0 1. ഈ എ നമ്മൾ എ ആയിട്ട് തന്നെ എഴുതുക. എ ആയിട്ട് തന്നെ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ഇനി നമ്മുടെ എയിം എന്തെന്നാന്ന് വെച്ചാൽ നമ്മൾ ഓരോ എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ഉപയോഗിച്ച് ഈ LHSലെ ഈ മെട്രിക്സിനെ നമ്മൾ ഐ ആക്കി മാറ്റുക. ഐഡന്റിറ്റി മെട്രിക്സ് ആക്കി കൺവേർട്ട് ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ട്രാൻസ്ഫോർമേഷനാണ് യൂസ് ചെയ്യുന്നത്, ആ കറസ്പോണ്ടിങ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഈ മെട്രിക്സിൽ അപ്ലൈ ചെയ്യും. ഇപ്പം ഇവിടെ ഈ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടി ഇന്റർചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇന്റർചേഞ്ച് നമ്മൾ ഇവിടെയും നടത്തും. ആ കറസ്പോണ്ടിങ് ഇന്റർചേഞ്ച് തന്നെ നമ്മൾ ഇവിടെയും ചെയ്യും. അപ്പം ഇത് മാറുന്നതനുസരിച്ച് ഈ മെട്രിക്സ് മാറി മാറി വരും. അവസാനം കംപ്ലീറ്റ് ഇത് ഐഡന്റിറ്റി മെട്രിക്സ് ആവണ ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇവിടെ ഏത് മെട്രിക്സ് ആണ് കിട്ടുന്നത്, ആ മെട്രിക്സ് ആണ് നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം. ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ആക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ എലമെന്റിനെ 1 ആക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ ഈ എലമെന്റിനെ ആദ്യം 1 ആക്കണം. നമുക്ക് ഈ 3 റോ ട്രാൻസ്ഫോർമേഷനിൽ ഏത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഇവിടെ 1 ഉണ്ട്. അപ്പം ഞാൻ ഈ റോയും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാൻ പോവാം. അതായത് R1ഉം R2ഉം തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാൻ പോണു. R1ഉം R2 തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എന്താ വരിക? R1ന്റെ സ്ഥാനത്ത് R2 വരും. 1 2 3. R2ന്റെ സ്ഥാനത്ത് R1 വന്നു. തേർഡ് റോയിലും ഒരു ചേഞ്ചും ഇല്ല. അങ്ങനെ തന്നെ എഴുതി. This is equal to ഇവിടെ ചെയ്ത ആ കറസ്പോണ്ടിങ് ട്രാൻസ്ഫോർമേഷൻ തന്നെ ഇപ്പുറത്ത് ചെയ്യാം. അതായത് ഇതും കൂടി ഇന്റർചേഞ്ച് ചെയ്യാൻ പോവാം. അപ്പൊ എന്താ വരിക? 0 1 0 1 0 0 0 0 1. തേർഡിന് വ്യത്യാസമൊന്നുമില്ല. തേർഡ് റോ അങ്ങനെ തന്നെ എഴുതി. ഇനി നമ്മുടെ എയിം എന്തെന്നാന്ന് വെച്ചാൽ ഇവിടെ 1 ആക്കിയില്ലേ, ഇനി ഈ എലമെന്റും അതിന്റെ കറസ്പോണ്ടിങ് കോളം, ഈ കറസ്പോണ്ടിങ് കോളത്തിലെ ബാക്കി എലമെന്റ്സിനെ നമ്മൾ 0 ആക്കണം. അപ്പൊ ഇവിടെ ഓൾറെഡി നമുക്കൊരു 0 ഉണ്ട്. അപ്പൊ അതിനെ 0 ആക്കേണ്ട കാര്യമില്ല. ഇനി ഈ 3നെ നമുക്ക് 0 ആക്കണം. എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് നമുക്ക് 3നെ 0 ആക്കുക. അപ്പോൾ R3 ഈക്വൽസ് R3നെ എന്താക്കാം? R3 becomes എന്തെന്നാ? നമുക്ക് ഈ R3 മൈനസ് 3R1 3 മൈനസ് 3 ഇൻറ്റു 1 ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. അങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ. R3 മൈനസ് 3 ഇൻറ്റു R1. അതായത് ഇവിടെ ഏത് എലമെന്റ് ആണ്, ആ എലമെന്റ് മൈനസ് ഈ എലമെന്റിന്റെ നമ്പർ ഇൻറ്റു നമ്മൾ 1 ആക്കിയുള്ള ആ എലമെന്റ്. ദിസ് ഇംപ്ലൈസ് എന്ത് വരും? അപ്പൊ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയിലും ഒരു ചേഞ്ചും ഇല്ല. നമുക്ക് R3ക്ക് മാത്രമേ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പൊ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും സെയിം തന്നെ എഴുതി. അടുത്ത റോയിൽ എന്താ വരിക? 3 മൈനസ് 3 ഇൻറ്റു 1 3 മൈനസ് 3 0 1 മൈനസ് 2 ഇൻറ്റു 3 6 1 മൈനസ് 6 മൈനസ് 5. ഇവിടെ 1 മൈനസ് 9 3 ഇൻറ്റു 3 9 1 മൈനസ് 9 മൈനസ് 8. ഈ കറസ്പോണ്ടിങ് ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ഇപ്പുറത്തും ചെയ്യുകയാണ്. അപ്പൊ എന്താ? ഫസ്റ്റ് റോയും സെക്കൻഡ് റോയിനും ഒരു ചേഞ്ചും ഇല്ല. എന്താ വരിക? 0 1 0 1 0 0. ഇവിടെ എന്താ വരിക? ദിസ് മൈനസ് 3 ഇൻറ്റു ദിസ് 0 മൈനസ് 3 ഇൻറ്റു 0 0. അവിടെ ചേഞ്ച് ഒന്നുമില്ല 0. ഇവിടെ 0 മൈനസ് 3 ഇൻറ്റു 1 മൈനസ് 3. ഇവിടെ 1 മൈനസ് 3 ഇൻറ്റു 0 1 ഇൻറ്റു a. ഇനി നമ്മുടെ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് കോളം 1 0 0. ഇനി അടുത്ത കോളം നമുക്ക് 0 1 1 ആക്കണം. അപ്പൊ നോക്കി, ഇവിടെ ഓൾറെഡി നമുക്ക് 1 ആണ്. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത എ എന്ന് പറഞ്ഞാൽ അതിനെ 1 ആക്കല. അപ്പൊ നമുക്ക് ഇനി അത് 1 ആക്കണ്ട, ഓൾറെഡി 1 ആണ്. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 2 മൈനസ് 5നെയും 0 ആക്കുക. 2 മൈനസ് 5നെ നമുക്ക് 0 ആക്കാം. അപ്പൊ എങ്ങനെയാ വരിക?
1 ചെയ്താൽ മതി. അപ്പൊ എന്തെന്നാ R1 becomes R1 minus 2 into R2. അതുപോലെ R3 എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ -5നെ 0 ആക്കണ്ട. അപ്പൊ -5 മൈനസ് ആയതുകൊണ്ട് നമ്മൾ പ്ലസ് ചെയ്യാം. -5 പ്ലസ് 5 into 1. അപ്പൊ R3 becomes R3 plus 5 into R2. എന്താ പറയുക? നമുക്ക് R1 ഉം R3 ക്കും ആണ് വ്യത്യാസം, R2 ന് വ്യത്യാസം ഒന്നുമില്ല. അപ്പൊ എന്താ പറയുക? 1 minus 0 1, 2 minus 2 0, 3 minus 4 3 minus 4 minus 1. സെക്കൻഡ് റോയിന് വ്യത്യാസമൊന്നുമില്ല. 0 1 2. അടുത്തത് 0 മൈനസ് 0 പ്ലസ് 5 R2 0 പ്ലസ് 0 0, മൈനസ് 5 പ്ലസ് 5 0, മൈനസ് 8 പ്ലസ് 10 മൈനസ് 8 പ്ലസ് 10 മൈനസ് 8 മൈനസ് 10 ആണ്. ഇവിടെ മൈനസ് അല്ലേ വരിക? അല്ല പ്ലസ് ആവര പ്ലസ് ആവര. -8 plus 10 -8 plus 10 എന്ന് പറയുമ്പോൾ 2. This is equal to ഈ കറസ്പോണ്ടിങ് ഇത് നമ്മൾ ഇവിടെയും ട്രാൻസ്ഫോം ചെയ്യാം. അപ്പൊ എന്താ വരിക? 0 minus 2 0 minus 2 എന്ന് പറയുമ്പോൾ -2, 1 minus 0 1, 0 minus 0 0. സെക്കൻഡ് റോയിന് വ്യത്യാസമൊന്നുമില്ല. 1 0 0. അടുത്തത് 0 plus 5 0 plus 5 5, minus 3 plus 0 minus 3, 1 plus 0 1 a. അടുത്തത് നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ആക്കേണ്ടത്. അപ്പൊ നമുക്ക് ഇനി തേർഡ് കോളത്തിലെ ഈ എലമെന്റിനെ 1 ആക്കാം. അടുത്ത നമ്മൾ ആ എലമെന്റിനെ 1 ആക്കാൻ പോവാം. ദാറ്റ് ഈസ് R3 becomes 1/2 into R3. Just 2നെ 1 ആക്കാൻ വേണ്ടി R3 becomes 1/2 into R3. അല്ലെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷൻ ഇതിനെ 1 ആക്കാൻ വേണ്ടി ഇതായിട്ട് പ്ലസ് ചെയ്യലാണ്. അതായിട്ട് പ്ലസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ 0 അവിടെ മാറിപ്പോകും. 2 മൈനസ് 1 ആക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ മൈനസ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ചാൽ ഇവിടെ 0 plus 1 എന്ന് വരും. 0 plus 1 എന്ന് വരുമ്പോൾ ഇവിടെ 1 വരും. നമ്മളിത് ഐഡന്റിറ്റി മെട്രിക്സ് ആക്കാൻ വേണ്ടി ഓൾറെഡി 0 ആക്കി വെച്ചിരുന്നതാ. അത് കാരണം നമ്മൾ ഈ ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ റോ ഈസ് ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻറ്റു സെയിം റോ. ആ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണ്. അപ്പം എങ്ങനെ എഴുതാം? ഫസ്റ്റ് റോയും സെക്കൻഡ് റോയിനും ചേഞ്ച് ഒന്നുമില്ല. 1 0 -1 0 1 2 0 0 2/2 2/2 1. ഈ കറസ്പോണ്ടിങ് തന്നെ ഇവിടെയും ചേഞ്ച് ചെയ്യുമ്പോൾ -2 1 0 1 0 0 5/2 -3/2 1/2 ഇൻറ്റു a. ഇനി നമുക്ക് ഈ എലമെന്റിനെയും 0 ആക്കണം. അപ്പൊ എന്താ വരിക? ഈ -1നെ 0 ആക്കണമെങ്കിൽ +1 ചെയ്താൽ മതി. അപ്പൊ R1 becomes R1 plus R3. ഇതിനെ 0 ആക്കണമെങ്കിൽ എന്താ ചെയ്യണ്ടേ? R2 becomes R2 minus 2 into R3. അപ്പോൾ R1 1 plus 0 1, 0 plus 0 0, minus 1 plus 1 0. അടുത്തത് 0 minus 0 1 minus 0, 2 minus 2 2 minus 2 0. അടുത്തതിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് ആയി. ഈ കറസ്പോണ്ടിങ് ചേഞ്ച് നമുക്ക് ഇവിടെയും കൂടി ചെയ്യാം. എന്താ പറയുക? -2 plus 5/2 -2 plus 5/2 R1 plus R3. അപ്പോൾ -2 plus 5/2 LCM എടുക്കുക. -4 plus 5 -4 plus 5 1 1/2. അടുത്ത എലമെന്റ് 1 plus 3/2 1 plus 3/2 1 plus 3/2 ഇവിടെ LCM എടുക്കുക. 2 minus 3 minus 1/2. ഇവിടെ 0 0 plus 1/2
1/2. ഇനി നമ്മൾ ഇതിന്റെ ട്രാൻസ്ഫോർമേഷൻ R2 equal to R2 minus 2R3 ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ 1 minus 2 into 5/2. 2 into 5/2 ആകുമ്പോൾ 2 ക്യാൻസൽ ആയി. 1 minus 5 minus 4. ഇവിടെ 0 minus plus ആയി. 2 into 3/2. 2 2 ക്യാൻസൽ ആയി. നമുക്ക് 3 കിട്ടി. അടുത്തത് എന്തെന്നാ? അടുത്തത് 0 minus 2 into 1/2. 2 2 ക്യാൻസൽ ആയി. 0 minus 1 minus 1. തേർഡ് റോ നമ്മൾ ഒരു ട്രാൻസ്ഫോർമേഷനും തേർഡ് റോയിൽ ചെയ്യുന്നില്ല. അപ്പൊ അത് കാരണം അത് അങ്ങനെ തന്നെ എഴുതുക. ഇൻറ്റു എ, നമ്മൾ ഇൻറ്റു എ എഴുതാൻ മറക്കരുത്. അപ്പൊ നമുക്കിവിടെ LHS ഐഡന്റിറ്റി മെട്രിക്സ് ആയി. അപ്പോൾ ഈ LHS ഐഡന്റിറ്റി മെട്രിക്സ് ആകുമ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഈ മെട്രിക്സ്, ആ മെട്രിക്സ് ആണ് നമ്മുടെ ഇൻവേഴ്സ്. അപ്പൊ നമുക്ക് തന്ന മെട്രിക്സിന്റെ എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/2 minus 1/2 1/2 minus 4 3 minus 1 5/2 minus 3/2 1/2. ഇതാണ് നമുക്ക് കറസ്പോണ്ടിങ് ഇൻവേഴ്സ് ആയിട്ട് കിട്ടുക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് യൂസിങ് എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ മെട്രിക്സിൽ പഠിക്കാനുള്ളത്. മെട്രിക്സ് എന്തെന്നാണ്, ഓരോ എലമെന്റ് എന്തെന്നാ, ഓർഡർ ഓഫ് ദി മെട്രിക്സ് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തു. ട്രാൻസ്പോസ് പഠിച്ചു, അഡീഷൻ സബ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം. ട്രാൻസ്പോസിൽ നമുക്ക് സിമെട്രിക്കും സ്ക്യൂ സിമെട്രിക് മെട്രിക്സും പഠിച്ചു. എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ പഠിച്ചിട്ട് എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻ ഉപയോഗിച്ച് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പഠിച്ചു. ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.